അടുത്തത് ശ്രീ സജീവ് ജോസഫ്. ക്വസ്റ്റ്യൻ 123. കൃഷി വകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്. സർ, ഐക്യരാഷ്ട്ര സംഘടന 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി 2026 പ്രഖ്യാപിച്ചു. സർ, ഈ പ്രഖ്യാപനത്തിന് അർഹമായ പ്രാധാന്യം നൽകിക്കൊണ്ട് കേരളത്തിലെ കാർഷിക മേഖലയിൽ വനിതാ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താനും വനിതകളുടെ സാന്നിധ്യം ഉറപ്പുവരുത്താനും വനിതാ കാർഷിക കൂട്ടായ്മ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ബൃഹത്തായ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. സർ, ആ പദ്ധതിയാണ് ബഡ്ജറ്റിൽ ഇടം പിടിച്ചതായിരിക്കുന്ന കൃഷി സഖി എന്ന പേരിലുള്ള പദ്ധതി. ഇതിനുവേണ്ടി പ്രാഥമികമായി 350 ലക്ഷം രൂപ ഇതിനുവേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക പ്രവർത്തനത്തിനും കാർഷിക സംരംഭങ്ങളും ഇത്തരം മേഖലകളിൽ സ്ത്രീകളെ ഒരു ശക്തമായ സാന്നിധ്യമാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഉൽപാദനം, സംസ്കരണം, വിപണനം, മൂല്യവർദ്ധനം തുടങ്ങി എല്ലാ മേഖലകളിലേക്കും വനിതാ കർഷക സംരംഭങ്ങളെയും കൂട്ടായ്മകളെയും വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഇതിൻ്റെ ഭാഗമായി സ്വീകരിക്കും. സ്ത്രീ സംരംഭകത്വം, ഉപജീവനമാർഗം, ആധുനിക വൈജ്ഞാനിക സാങ്കേതിക വിദ്യയുടെ കൂട്ടിയോജിപ്പിക്കൽ തുടങ്ങിയ വിവിധങ്ങളായ പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട്. സർ, വനിതാ സംരംഭകർക്ക് മാത്രമായി നിലവിൽ പ്രത്യേകമായിട്ടുള്ള ഒരു കാർഷിക പദ്ധതി നിലവിലില്ല. എന്നാൽ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ നേതൃത്വത്തിൽ നടക്കുന്ന സ്മോൾ ഫാർമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം മുഖേന നടപ്പിലാക്കുന്ന MSME പദ്ധതിയോടുകൂടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, കിസാൻ ക്രെഡിറ്റ് കാർഡ്, സ്മാം തുടങ്ങിയതായിരിക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായി ജനറലായി നൽകുന്നതായ പദ്ധതികളിൽ വനിതാ കർഷകർക്കുള്ളതായിരിക്കുന്ന ഉൾക്കൊള്ളലും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ വനിതകൾക്കായി രൂപീകരിച്ചിട്ടില്ല. ആദ്യമായാണ് കേരളത്തിൽ വനിതാ കർഷക സംരക്ഷണത്തിനും പ്രയാണത്തിനും വേണ്ടി ഒരു പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. അതാണ് കൃഷി സഖി. സർ, വനിതകൾക്ക് ആധുനിക കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് പരിപാടികളും പദ്ധതികളും ഉണ്ടോ എന്നുള്ളതാണ്. സർ, കൃഷി സഖി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പ്രാഥമികമായി 300ഓളം വരുന്ന കൃഷി സംഘങ്ങളെ, വനിതാ കൃഷി സംഘങ്ങളെ ഇതിൻ്റെ ഭാഗമായി മാപ്പ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ശ്രീ സജീവ് ജോസഫ്. സർ, പ്രതിസന്ധി നേരിടുന്ന കാർഷിക മേഖലയ്ക്ക് നൂതനമായ സാങ്കേതിക വിദ്യകളിലൂടെ പ്രതീക്ഷ നൽകുന്ന പുതിയ സമീപനങ്ങളെ, പുതിയ ദിശാബോധത്തിലേക്ക് നയിക്കുന്ന സമീപനങ്ങളെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. സർ, സ്ത്രീകൾ നയിക്കുന്ന കാർഷിക കൂട്ടായ്മകൾക്കും അതുപോലെ തന്നെ സ്വയം സഹായ സംഘങ്ങൾക്കും പിന്തുണ നൽകുന്ന പദ്ധതികൾ ഇതിൻ്റെ ഭാഗമാകുമോ? അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള പുതിയ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പരിശീലനം സ്ത്രീകൾക്ക് വേണ്ടി തയ്യാറാക്കുമോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ വിവരം തരാൻ സാധിക്കുമോ? മിനിസ്റ്റർ. സർ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ കാർഷിക മേഖലയിൽ AI ഉൾപ്പെടെയുള്ളതായ നൂതന വിജ്ഞാന മേഖലകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ളതായ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കപ്പെട്ടിട്ടില്ല. സർ, ആന്ധ്രയിലെ ഖമ്മം അടക്കമുള്ളതായ മേഖലകളിൽ മുളക് കൃഷിയിൽ ഉൾപ്പെടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗപ്പെടുത്തിയതിൻ്റെ ഗുണഫലങ്ങൾ അവിടെയുള്ള IIT ഉൾപ്പെടെയുള്ള സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടി നടത്തിയതായ പദ്ധതികളുടെ വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം പദ്ധതികൾ കൃഷി വകുപ്പ് ആലോചിക്കുകയാണ്. പെപ്പർ ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ മോഡൽ അടിസ്ഥാനത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെ നിലവിൽ ഡ്രോൺ ഉൾപ്പെടെ IoT ഉൾപ്പെടെയുള്ള വിവിധ സംവിധാനങ്ങൾ അതിൻ്റെ ഭാഗമായി ക്രമീകരിക്കുന്നുണ്ട്. കേരളത്തിലെ കാർഷിക മേഖലയിൽ കാർബൺ ക്രെഡിറ്റ് സംവിധാനം നിലവിൽ കേരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ തലത്തിൽ ആവിഷ്കരിച്ചു. അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടിയും കൃഷി വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ രോഗാതുരമായ പുതിയ സാഹചര്യത്തിൽ വിഷരഹിത പച്ചക്കറി സംലഭ്യമാക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ പ്രഖ്യാപിതമായ നയസമീപനം തന്നെയാണ്. സർ, അത് സംബന്ധിച്ച് ജൈവകൃഷിയും അതുപോലെ മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംരംഭകത്വവും അതിന് പ്രത്യേകമായിട്ടുള്ള പരിശീലനവും പ്രോത്സാഹന പരിപാടികളും പ്രത്യേകമായി കൃഷി വകുപ്പ് തയ്യാറാക്കും. യെസ് മിനിസ്റ്റർ. സർ,
ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ജീവിതശൈലി രോഗങ്ങളും ചില രോഗങ്ങളുടെ ആധിക്യവുമാണ്. ഇതിനുള്ള ഏക പരിഹാര മാർഗം കാർഷിക വൃത്തിയിലേക്ക് നമ്മുടെ പൊതുസമൂഹത്തെ മുഴുവനായി മാറ്റുക എന്നുള്ളതാണ്. അതിൽ ജൈവ കൃഷി ഏറ്റവും പ്രധാനപ്പെട്ട, പരമ്പരാഗത കാർഷിക മാർഗങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഭാഗമായി തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കതിർ ഉൾപ്പെടെയുള്ളതായ പുതിയ പദ്ധതി സംസ്ഥാന കൃഷി വകുപ്പ് വിഭാവനം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമുകളും സംസ്ഥാന സർക്കാരിൻ്റെ സ്കീമുകളും എല്ലാം ഇതിനു വേണ്ടിയുണ്ട്. അത് ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കും. ശ്രീ കെ ജയന്ത്. കാർഷിക വൃത്തിയിലേക്ക് നമ്മളെ ജനങ്ങളെ മടക്കിക്കൊണ്ടുവരിക എന്നുള്ള കൃഷിമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ സ്വാഗതാർഹമാണ്. പക്ഷേ നമ്മളത് നിരന്തരമായി ശ്രമങ്ങൾ നടത്തുമ്പോഴും കർഷകർക്ക് അവഗണന മാത്രമാണ് ലഭിക്കുന്നത് എന്നത് ഏറെ സങ്കടകരമാണ് സാർ. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളുടെ കുടിശ്ശിക പോലും ലഭിക്കാതെ ഓഫീസുകൾ കയറി ഇറങ്ങുന്ന സങ്കടകരമായ കഥകൾ നമ്മൾ നിരവധി കേട്ടിട്ടുണ്ട്. അന്നം തരുന്നവരെ അംഗീകരിച്ചില്ലെങ്കിലും അവരെ അവഗണിക്കരുത് സാർ, അവരെ വെയിലത്തും മഴയത്തും നിർത്തരുത്. എൻ്റെ ചോദ്യം കാർഷിക വകുപ്പുമായി ബന്ധപ്പെട്ട് ക്ഷേമനിധികളിലും വിവിധ പദ്ധതികളിലുമായി കർഷകർക്ക് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ കൊടുത്തു തീർക്കാനുള്ള തുകയുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കാമോ? ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞിട്ടുള്ള ദീർഘമായിട്ടുള്ള മറുപടി ആവശ്യമുണ്ട്. അതിലെ ചെറിയതായിരിക്കുന്ന ഒരു മേഖലയിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. സർ, സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഇൻഷൂർ ചെയ്ത കർഷകർക്ക് 2025 മുതൽ ഇതുവരെയായി 10,026 കർഷകർക്കായി 32.73 കോടി രൂപ കുടിശ്ശികയായി നൽകാനുണ്ട്. സർ, വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 45.9 കോടി രൂപ സർക്കാരിന് കുടിശ്ശികയുണ്ട്. സർ, പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഷൂർ എടുക്കാത്തതായിരിക്കുന്ന വിവിധ കർഷകർക്ക് പ്രകൃതിക്ഷോഭങ്ങൾ മുഖേന നഷ്ടമുണ്ടാകുമ്പോൾ അത് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വിഹിതത്തിൽ 2021 മുതലുള്ളതായിരിക്കുന്ന തുക മുഴുവൻ പെൻഡിംഗ് ആണ്. 90 കോടി രൂപ ഈ ഇനത്തിൽ കൊടുത്തു തീർക്കാനുണ്ട്. സർ, കർഷക കടാശ്വാസ കമ്മീഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണമായിരുന്നു. സർ, കർഷകർക്ക് കടാശ്വാസ കമ്മീഷൻ അവാർഡ് അനുവദിച്ചതായിരിക്കുന്ന തുകയിൽ സർക്കാരിൻ്റെ വിഹിതം കൊടുക്കാത്തതിൻ്റെ പേരിൽ പ്രമാണം കിട്ടാത്തതായിരിക്കുന്ന പ്രശ്നം ഉൾപ്പെടെ വിവിധ കാര്യങ്ങൾ നിലനിൽക്കുകയാണ്. 277 കോടി രൂപ ഈ കാര്യത്തിൽ സർ പെൻഡിംഗ് ഉണ്ട്. സർ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിവിധങ്ങളായിട്ടുള്ള പർച്ചേസുകളിലും നമ്മൾ പെൻഡിംഗ് ആയിട്ടുണ്ട്. കർഷക കടാശ്വാസ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2019 സംസ്ഥാന സർക്കാർ ആക്ട് പാസാക്കി. അതിനുശേഷം 2020 ക്ഷേമനിധി ബോർഡ് വന്നു. 12,000 കർഷകർ ഇതിൽ രജിസ്റ്റർ ചെയ്തു. പക്ഷേ കർഷകരിൽ നിന്ന് അവരുടെ അംശാദായം വാങ്ങി ഒരു നയാ പൈസ പോലും സംസ്ഥാന സർക്കാർ അടയ്ക്കേണ്ട പണം ഇതുവരെ അടച്ചിട്ടില്ല. ഈ 2026 ഡിസംബറോടുകൂടി അത് ഡ്യൂ ആവുകയാണ്. അത് ഡ്യൂ ആവുന്ന സമയത്ത് ഇതുവരെ 3 കൊല്ലത്തിലധികമാണ് ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കും നടപ്പിലാക്കേണ്ട ഫയൽ കഴിഞ്ഞ സർക്കാരിൻ്റെ മുമ്പിൽ കാത്തുകെട്ടി കിടന്നത്. പക്ഷേ ഒരു നടപടിയും എടുക്കാതെ ആ പദ്ധതി അനിശ്ചിതമായി തുടരുകയാണ്. ശ്രീ വി എസ് ജോയ്. സർ, എൻ്റെ നിയോജകമണ്ഡലമായ തവനൂരിൽ ഒരു കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ കാർഷിക സർവകലാശാലയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അനുബന്ധമായുള്ള 100-ലധികം വരുന്ന ഏക്കർ സ്ഥലം പ്രയോജനപ്പെടുത്തി പുതിയ ഒരു കാർഷിക കോളേജ് സർക്കാർ സ്ഥാപിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. BSc അഗ്രികൾച്ചറൽ, BSc ബയോടെക്നോളജി, BSc ഹോർട്ടിക്കൾച്ചറൽ, അതോടൊപ്പം തന്നെ മന്ത്രി ഇവിടെ സൂചിപ്പിച്ച AI നൂതന കോഴ്സുകൾ ഉൾപ്പെടുത്തി അവിടെ ഒരു കാർഷിക കോളേജ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ കുട്ടനാട് എന്ന കേരളത്തിൻ്റെ നെല്ലറയോട് കിടപിടിക്കുന്ന കോൾപ്പാടങ്ങളുള്ള ആ കാർഷിക മേഖലയ്ക്ക് അത് പ്രയോജനകരമായിരിക്കും. അതോടൊപ്പം തന്നെ ചെറുപ്പക്കാർ കാർഷിക മേഖലയിൽ നിന്ന് അകന്നു പോകുന്നു. അവരെ ആ മേഖലയിലേക്ക് ചേർത്ത് നിർത്താൻ കഴിയുന്ന നൂതന കോഴ്സുകൾ ഉൾപ്പെടുത്തി ഒരു കാർഷിക കോളേജ് അവിടെ സ്ഥാപിക്കുമോ എന്നാണ് ചോദ്യം. മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട അംഗം എന്നെ 2 തവണ ഈ വിഷയത്തിൽ വന്ന് കണ്ടിരുന്നു. മറ്റു ചില അംഗങ്ങളും കണ്ടിരുന്നു. സർ, ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യമാണ്. സർ, അതിൽ ജനറലായി ഒരു കാര്യം പറയാം. കേരളത്തിലെ വിവിധ എഞ്ചിനീയറിംഗും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും വിവിധ കോഴ്സുകളുമൊക്കെ നമ്മൾ കൊണ്ടുവന്നെങ്കിലും അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്നും 100 കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തു പഠിക്കുന്ന സാഹചര്യമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഏതൊക്കെ തലത്തിൽ കേരളത്തിൽ അഗ്രികൾച്ചറൽ കോഴ്സസിനെ കൂടുതൽ കൊണ്ടുവരാമോ അതിനുള്ള സാധ്യതകൾ ആരായും. അങ്ങനെ വരുന്ന സമയത്ത് തവനൂരിൽ നിന്ന് അവിടെ ഓൾറെഡി തവനൂരിൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു മനോഹരമായിട്ടുള്ള ക്യാമ്പസ് അവിടെയുണ്ട്.
അതിനാവശ്യമായിട്ടുള്ള നടപടിയെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. KP നൗഷാദ് അലി. സർ, ഈ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ആദ്യ ചൂടായിട്ടും ആ ലക്ഷ്യം നിറവേറുന്നതിലുള്ള പ്രധാന നാഴികക്കല്ലും അവരെ സാമ്പത്തികമായിട്ട് സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ കളനാശിനിയും കീടനാശിനിയും ഫംഗസ് പായൽ പൂപ്പൽ നാശിനിയൊന്നും ഇല്ലാത്ത, അതുപോലെ ജനിതക മാറ്റം വരുത്തി അനാരോഗ്യകരമാകാത്ത ധാന്യവിളകൾക്കൊക്കെ വലിയ തോതിൽ വിപണി നമ്മുടെ ഇടയിലുണ്ട്. സ്ത്രീകളെ അത്തരം രംഗത്ത് പരിശീലനം കൊടുത്ത് അവരെ ആ രംഗത്ത് ഉൽപ്പാദകരാക്കി മാറ്റുകയും അവരെയും കസ്റ്റമറെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന പ്രൊക്യൂമർ പോലെയുള്ള ഇടനിലക്കാരില്ലാത്ത സങ്കേതങ്ങൾ അവിടെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന രീതികൾക്ക് സാധ്യതയുണ്ടോ? അത്തരം ആലോചനകൾ ഉണ്ടാകുന്നത് നന്നാവും എന്നൊരു അഭിപ്രായം രേഖപ്പെടുത്തുന്നു. യെസ് മിനിസ്റ്റർ. സർ, കർഷകർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി അവന് ഉൽപ്പാദിപ്പിക്കുന്നതായിരിക്കുന്ന വിളകൾക്ക് മാർക്കറ്റ് ലഭ്യമാകാൻ യഥേഷ്ടം, അതിൽ MSPയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്, ക്ലൈമറ്റിക് ഇഷ്യൂസ് ഉണ്ട്, അവർക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന വിഭവങ്ങൾ ലഭ്യമാകാത്ത പ്രശ്നങ്ങളുണ്ട്, പശ്ചാത്തല സൗകര്യം കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട്, പല ഇഷ്യൂസും ഉണ്ട്. ഇതിൽ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതായിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇടനിലക്കാരില്ലാതെ അവരുടെ വിളകൾ അവർക്ക് സൗകര്യപ്രദമായി വിപണി കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള നടപടികളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചുമാണ്. പരമ്പരാഗതമായിട്ടുള്ള ഇത്തരം വിപണികളും അതോടൊപ്പം തന്നെ സർ, കേരളത്തിലെ കൃഷി വകുപ്പിൽ മാർക്കറ്റിംഗ് അതുപോലെ ബിസിനസ് ഡെവലപ്മെന്റ് ഡിവിഷൻ നിലവിലില്ല. അതില്ലാത്തത് കൊണ്ട് തന്നെ രണ്ട് കാര്യമാണ്. ഒന്ന്, നമ്മുടെ കർഷകരെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലേക്കും സർട്ടിഫിക്കേഷൻസിലേക്കും ഉയർത്താനുള്ള ഒരു നടപടി. രണ്ടാമത്തെ കാര്യം, മാർക്കറ്റിംഗ് ബിസിനസ് ഡെവലപ്മെന്റ് ഡിവിഷൻ ആരംഭിക്കാനുള്ള നടപടി, റീസ്ട്രക്ചറിംഗ് ഉൾപ്പെടെയുള്ള കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗൗരവത്തോടു കൂടി ഈ കാര്യത്തിൽ നടപടിയുണ്ടാവും. ശ്രീ KN ബാലഗോപാൽ. സർ, വനിതകളുടെ കൂട്ടായ്മകൾ വഴി കൂടുതൽ കാർഷിക മേഖലയിൽ എന്തെല്ലാം ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യനാണ് സർ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ധാരാളം കൃഷിഭൂമികൾ ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ട്. അതിനകത്ത് വനിതകളുടെ കൂട്ടായ്മ ശക്തമായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനും വാല്യൂ ആഡഡ് പ്രൊഡക്ഷനും മാർക്കറ്റിംഗ് വരെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് സാർ, ഫ്ലോറിക്കൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, അതുപോലെ ഇപ്പോൾ വലിയ തോതിൽ നമ്മുടെ നാട്ടിൽ രാജ്യത്ത് 85% വരെ എത്തനോൾ ചേർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രെയിൻ പ്രൊഡക്ഷനെ, ധാന്യങ്ങളുടെ പ്രൊഡക്ഷനെ ബാധിക്കാതെ ധാരാളം കൃഷിഭൂമികൾ നമ്മുടെ നാട്ടിൻപുറത്തുണ്ട്. ഈ ഗ്രെയിൻ പ്രൊഡക്ഷനെ ബാധിക്കാതെ എത്തനോൾ പ്രൊഡക്ഷൻ ഉൾപ്പെടെ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കീമുകൾ തയ്യാറാക്കുമോ? അതിന് പോർട്ടുകൂടി സാർ, വിഴിഞ്ഞം പോർട്ട് ഉൾപ്പെടെ പോർട്ടുകൂടി വന്ന സ്ഥിതിക്ക് ഹോർട്ടിക്കൾച്ചർ ആയാലും ഫ്ലോറിക്കൾച്ചർ ആയാലും അത് റെഫ്രിജറേറ്റഡ് ഗോഡൗൺസ് അടക്കമുള്ള കാര്യങ്ങൾ ഈ കൂട്ടായ്മയ്ക്ക് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് മാർക്കറ്റ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുമോ? യെസ് മിനിസ്റ്റർ. സർ, കേരളത്തിലെ ബാരൻ ലാൻഡ് അത് മുഴുവൻ മാപ്പ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗം വിളിക്കുകയും ആ യോഗത്തിൽ വെച്ചുകൊണ്ട് കൃഷി ചെയ്യാവുന്നതായിരിക്കുന്ന ചെയ്യാത്തതായിട്ടുള്ള ഗവൺമെൻറ് ലാൻഡ്സും അതുപോലെ പ്രൈവറ്റ് ലാൻഡ്സും അത് മുഴുവൻ മാപ്പ് ചെയ്യാനുള്ളതായ നിർദ്ദേശം കൊടുത്തു. ആ മാപ്പ് ചെയ്ത് ലഭ്യമായി കഴിഞ്ഞാൽ അടുത്ത മിഷൻ എന്നുള്ളത് നമ്മുടെ ഭക്ഷ്യകാര്യത്തിലുള്ളതായ സ്വയം പര്യാപ്തതയുടെ അടുത്തുവരെ എത്തുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻ്റാണ്. അതിലിത് പ്രധാനപ്പെട്ടതായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കും. സർ, ഉൽപ്പാദനം മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചു, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലേക്ക് നമ്മുടെ കർഷകരെയും സർട്ടിഫിക്കേഷൻസിലേക്ക് നമ്മുടെ കർഷകരെ ഉയർത്തുകയും ആ വിളകൾ സൂക്ഷിക്കാനുള്ളതായിരിക്കുന്ന ഇടം നേരത്തെ സൂചിപ്പിച്ച് കോൾഡ് ചെയിൻ ബ്ലോക്സ് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള സംവിധാനങ്ങൾ, വെയർഹൗസിംഗ് ഉണ്ട്. വെയർഹൗസിംഗ് സംവിധാനത്തിൽ ഉപയോഗിക്കാത്തതായിട്ടുള്ള മേഖലകൾ അതും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പുതിയതായിരിക്കുന്ന കോൾഡ് ചെയിൻ ബ്ലോക്സ് ഉൾപ്പെടെ വരും. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതായിരിക്കുന്ന സംവിധാനങ്ങൾ, എത്തനോൾ പ്രൊഡക്ഷൻ സംവിധാനത്തിൻ്റെ മേഖലകൾ ഉൾപ്പെടെ ധാന്യ വിഷയത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അത് മുഴുവൻ കയറ്റുമതി ഉൾപ്പെടെയുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കും. ശ്രീ IC ബാലകൃഷ്ണൻ. സർ, കേരളത്തിലെ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് കാർഷിക യൂണിവേഴ്സിറ്റി. സർ, കാർഷിക യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ വിവിധ ജില്ലകളിൽ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. മാത്രമല്ല സാർ, ഈ കർഷകർ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. സർ, ഈ ജില്ലകളെടുത്ത് പരിശോധിക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധി ഭൂമി വെറുതെ കിടക്കുകയാണ്. എൻ്റെ നിയോജക മണ്ഡലത്തിൽ സുൽത്താൻ ബത്തേരി അമ്മായിപ്പാലം, അവിടെ 10 ഏക്കർ ഭൂമി കൃഷി ഡിപ്പാർട്ട്മെൻ്റ് കയ്യിലാണുള്ളത്. അപ്പോൾ അവിടെ ഈ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ, കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനുള്ള സംഭരണ കേന്ദ്രങ്ങൾ
അത് വിപുലപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മിനിസ്റ്റർ. സാർ, കേരളത്തിലെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന അതിൻ്റെ ഗവേഷണ കേന്ദ്രങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചു. അതിൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ സയൻറ്റിഫിക് തോട്ട്സും അതിൻ്റെ എക്സ്പീരിയൻസും അതിൻ്റെ റിസൾട്ടും പ്രോഡക്ട്സും കർഷകന് യഥാവിധി ലഭ്യമാക്കി അത് ഗുണപരമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട് ചില മേഖലകളിൽ. ആ ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കൃഷി വകുപ്പ് കടക്കുകയാണ്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതോടുകൂടി കർഷകനും അഗ്രികൾച്ചറൽ റിസർച്ചും തമ്മിലുള്ളതായിരിക്കുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതോടുകൂടി ആ പ്രശ്നം അവസാനിക്കും. അദ്ദേഹം ചോദിച്ച രണ്ടാമത്തെ സ്പെസിഫിക് ആയ ചോദ്യം ബത്തേരിയിലെ അമ്മായിപ്പാലവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന അവിടെയുള്ള പ്രധാനപ്പെട്ട മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ സ്ഥലത്ത് MLAയോടൊപ്പം വിസിറ്റ് ചെയ്യാനുള്ള നടപടിയെടുക്കും. അതിനെ വിഭാവനം ചെയ്ത പൂർണ്ണതയിൽ എത്തിക്കാനുള്ള നടപടിയും എടുക്കും. അതോടൊപ്പം തന്നെ വേങ്ങേരിയിലുള്ളതായിരിക്കുന്ന മാർക്കറ്റിനെ കുറിച്ച് ജയന്ത് ഇവിടെ സൂചിപ്പിച്ചിരുന്നു, അത് നോർത്തിലെ അംഗം സൂചിപ്പിച്ചിരുന്നു. അത്തരം നിശ്ചലമായി കിടക്കുന്നതായിട്ടുള്ള മാർക്കറ്റുകളും മറ്റു കാര്യങ്ങളും അനുഭാവപൂർവ്വം ഗവൺമെന്റ് പരിശോധിച്ച് വേണ്ടതായിരിക്കുന്ന തിരുത്തലുകളും എംപവർമെന്റ് സ്കീമും കൊണ്ടുവരും. ശ്രീ പി പ്രസാദ്. സർ, ബഹുമാനപ്പെട്ട മന്ത്രി നമ്മുടെ വിളനാശത്തിൻ്റെയും മറ്റ് കൃഷി വകുപ്പ് നൽകുന്നതിനുള്ള കുടിശ്ശികയുടെ കാര്യം പറയുകയുണ്ടായി. 2021 മുതൽ നൽകാനുള്ള കണക്ക് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു പൈസ പോലും നൽകിയില്ല എന്നൊരു ധ്വനിയുണ്ട്. നിരവധിയായ കോടി രൂപകൾ ആ കാലത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും. മുൻകാലത്തെ കുടിശ്ശികയാണ്. സാർ, എൻ്റെ ചോദ്യം 15/3/2026 ഗവൺമെൻറ് ക്യാബിനറ്റ് തീരുമാനപ്രകാരം വെള്ളനാശത്തിൻ്റെയും വിള ഇൻഷുറൻസിൻ്റെയും അന്നേ വരെയുള്ള മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുകയും സർക്കാർ ഉത്തരവ് കൈ നമ്പർ 160/2026/RD എന്ന ഉത്തരവും പ്രകാരം ആ തുക പൂർണ്ണമായി അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം കൊണ്ട് ആ പണം കൊടുത്തു തീർക്കാതിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ആ ഉത്തരവും പ്രകാരം ആ മുഴുവൻ തുകയും കൊടുത്തു തീർക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. ഉത്തരവ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകണം. ആ ഉത്തരവിനെ തുടർന്ന് നടപ്പിലാക്കാനുള്ളതായിരിക്കുന്ന പണത്തിന്റെ ലഭ്യതയും അനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും.